ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് ഫ്ലവർ മാർക്കറ്റായ ബാംഗ്ലൂരിലെ ഫ്ലവർ മാർക്കറ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും നമുക്കറിയാമല്ലോ, നാട്ടിലേക്ക് കൂടുതലും പൂ വരുന്നതെല്ലാം ബാംഗ്ലൂരിൽ നിന്നാണ്. അപ്പം ഇന്ന് ഞാൻ കുഞ്ഞിലോട്ട് കേൾക്കുന്നുണ്ട്. അപ്പം ആ പൂ മാർക്കറ്റ് എവിടെയാണ് അല്ലെങ്കിൽ എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ശരിക്കും പൂ മാർക്കറ്റ് എന്ന് വെച്ചാൽ വെളുപ്പിന് 2 മണി തൊട്ടാണ്. വെളുപ്പിന് 2 മണി തൊട്ട് 7 മണി വരെയാണ് ശരിക്കും ഹോൾസെയിൽ പൂ മാർക്കറ്റ് ബാംഗ്ലൂരിലുള്ളത്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ചെല്ലുന്ന ബിൽഡിങ്ങിലും അത് കണക്ക് തന്നെ നെക്സ്റ്റ് അപ്പുറത്തെ റോഡിലും ആ ഫുൾ റോഡ് ആ ഏരിയയിലെല്ലാം ആയിരിക്കും. പക്ഷേ ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വെച്ചാൽ ഈവനിങ് 6 o'clock ടൈമിലാണ്. ഈ ഈവനിങ് 6 o'clock ടൈമിൽ ഉള്ള ബാംഗ്ലൂരിലെ ഫ്ലവർ മാർക്കറ്റ് കാണിച്ചു തരാൻ വേണ്ടിയാണ്. വേറെ എവിടെ ഉള്ളത് ഈ കാണുന്ന ബിൽഡിങ്ങിലാണ്. ഈ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ്. അത് ശരിക്കും നമ്മൾ ഈ വന്നതെന്ന് വെച്ചാൽ ശരിക്കും പൂ മാർക്കറ്റിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളിവിടെ വന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട്, അതായത് നിറയെ പാത്രങ്ങൾ കിട്ടുന്ന അല്ലെങ്കിൽ പാത്രങ്ങൾക്ക് ഹോൾസെയിൽ കിട്ടുന്നൊരു കടകൾ മാർക്കറ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് ഞായറാഴ്ച ആയത് കാരണം പാത്രക്കടകളൊന്നുമില്ല. അതായത് എല്ലാ പാത്രങ്ങളും ചെറുതും വലുതും അതേക്കണക്കിന് ഗ്യാസ് അടുപ്പ് അങ്ങനെയൊക്കെയുള്ള എല്ലാ ഒരു റെസ്റ്റോറൻറ്റിന് അല്ലെങ്കിൽ ഒരു ടീ ഷോപ്പിനൊക്കെ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഏരിയ ആണ് കാണിച്ചു തരാൻ വന്നത്. പക്ഷേ അവിടെ നിർഭാഗ്യവശാലും ഞായറാഴ്ച ആയതാണ് ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ അതിൻ്റെ തന്നെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് ബാംഗ്ലൂരിലെ ഫ്ലവർ മാർക്കറ്റ്. ശരിക്കും ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഈ സ്ഥലം അറിയപ്പെടുന്ന KR മാർക്കറ്റ് എന്നാണ്. ശരിക്കും KR മാർക്കറ്റ് എന്നും സിറ്റി മാർക്കറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂരിൽ ഫ്ലവർ മാർക്കറ്റിൽ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നേരെ ചിക്പേട്ട് മെട്രോ സ്റ്റേഷനിൽ വന്നിട്ട് അല്ലെങ്കിൽ ചിക്പേട്ട് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ആ മെട്രോ സ്റ്റേഷൻ്റെ ബാക്കിലേക്ക് നടക്കുക. അതായത് തൊട്ട് സൈഡിൽ കൂടെ ബാക്കിലേക്കോട്ടുള്ള റോഡിൽ നടക്കുക. നേരെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബിൽഡിംഗ് കാണാൻ പറ്റും. നേരത്തെ വന്ന ആ ബിൽഡിംഗ് കാണാൻ പറ്റും. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക. അതാണ് നമ്മുടെ ബാംഗ്ലൂരിൽ ഫ്ലവർ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ വന്ന സമയം ഈവനിങ് 6 o'clock ആണ്. അപ്പം തിരക്കൊന്നും ഇല്ല. അതായത് അതായത് ഇവിടുത്തെ അവസ്ഥയെന്ന് വെച്ചാൽ വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, ഭയങ്കര തിരക്കാണ്. പക്ഷേ ഈവനിങ് 6 o'clock ആയതുകൊണ്ട് തിരക്ക് തീരെ കുറവാണ്. എന്നിട്ടും നിങ്ങൾക്ക് അത്യാവശ്യം തിരക്കുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നിറയെ കച്ചവടക്കാരുണ്ട്. എല്ലാവരും വന്ന സമയം തന്നെ നമ്മൾ വിളി കേൾക്കുന്നുണ്ട്, ഇങ്ങനെ ഹോൾസെയിൽ അതിനൊക്കെ കിലോ 30, കിലോ 40 എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് ഇവിടെ. അപ്പം ഇവിടെ എന്ന് വെച്ചാൽ ഇങ്ങനെ പൂക്കൾ കൂട്ടിയിട്ടേക്കുക. ചോദിച്ച് തിരക്കി അറിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞു, ഇത് മാർക്കറ്റ് ടൈമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത് ആകെ കുറച്ച് കച്ചവടക്കാർ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. ബാക്കി എല്ലാവരും കച്ചവടമൊക്കെ കഴിഞ്ഞ് പോയി. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇത് പൂക്കൾ ഓൾമോസ്റ്റ് തീരാറായി എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് പൂക്കൾ മേടിക്കാം, അതേപോലെ തന്നെ ജസ്റ്റ് വല്ല കാര്യങ്ങളൊക്കെ തിരക്കാം. ഇവിടെ മാർക്കറ്റിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സൊക്കെ പ്ലാൻ ചെയ്യാൻ ആഗ്രഹമുള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ടും അവരൊരു 4 മണിക്ക് മുമ്പ് വരണം. 4 മണിക്ക് മുമ്പ് വന്ന് അപ്പോഴാണ് കൂടുതൽ കച്ചവടക്കാരുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റ് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വന്ന് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഇവിടെ നിറയെ ആൾക്കാരുണ്ട്, അതിനൊക്കെ നിറയെ മലയാളീസൊക്കെ ഇടയ്ക്കുണ്ട്. അവരുടെ അടുത്തൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ പൂക്കച്ചവടത്തിന്, അതായത് നാട്ടിലേക്ക് കൊണ്ടുപോകാനും അതിനൊക്കെ നാട്ടിൽ ഇപ്പം പ്രോഗ്രാംസൊക്കെ ഉള്ളവർക്ക് ഇവിടെ വന്ന് ഇത് പൂക്കൾ കൊണ്ടുപോകാം. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഉള്ളവർ ചെയ്തു തരും. ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ നല്ല സപ്പോർട്ടാട്ടോ. അതായത് നിങ്ങൾക്ക് പൂ കൊണ്ടുപോകാനായിട്ട്, നാട്ടിലേക്ക് പൂ കൊണ്ടുപോകാനും അല്ലെങ്കിൽ കച്ചവടം ചെയ്യാനൊക്കെ നല്ല സപ്പോർട്ടാണ്. എല്ലാവരും നല്ല ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരും. അപ്പം അതേപോലെ തന്നെ ഇതിപ്പം കെട്ടാത്ത പൂക്കളൊക്കെയാണ്, അതായത് ജസ്റ്റ് കിലോ കണക്കിന് കൂട്ടിയിട്ട് വയ്ക്കുകയാണ്. അകത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നിറയെ കെട്ടിയത്, മാലകൾ, ബൊക്കകൾ, അങ്ങനെ നിറയെ ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഈ സമയത്തെന്ന് വെച്ചാൽ നോർമലി എല്ലാ മാർക്കറ്റിലും കാണുന്ന കണക്കുള്ള സാധാരണ ഫ്ലവേഴ്സൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ വെറൈറ്റി ഫ്ലവേഴ്സ് കാണണം, അതിനൊക്കെ തന്നെ വെറൈറ്റി സാധനങ്ങളൊക്കെ മേടിക്കണം എന്ന് താല്പര്യമുള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ടും വെളുപ്പിന് തന്നെ വരുന്നതാണ് നല്ലത്. 4 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഫ്ലവേഴ്സ് കാണാമെന്നാണ് ഇവർ പറയുന്നത്. അപ്പം നല്ല കച്ചവടവും നല്ല ബിസിനസ് ടൈമും അതാണെന്നാണ് അവർ പറയുന്നത്. പിന്നെ നമുക്ക് ഇപ്പം അത്യാവശ്യത്തിന് പൂ മേടിക്കാം. അതിനൊക്കെ തന്നെ ചില ആവശ്യങ്ങളൊക്കെ വരുമല്ലോ. നമുക്കിപ്പം കല്യാണം കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിൽ നമുക്ക് ഈ മാർക്കറ്റ് ഇപ്പോൾ ഈവനിങ് ടൈമിൽ എന്തെങ്കിലും വന്ന് മേടിക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ മാർക്കറ്റാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, കെട്ടിയ പൂക്കൾ നിറയെ ഉണ്ടെന്ന്. അപ്പോൾ ഇവിടെ നിന്നാണ് അത് സ്റ്റാർട്ടിങ്. ഇവിടെ നിന്ന് അകത്തോട്ട് പോകുമ്പോൾ നിറയെ കച്ചവടക്കാരാണ്. അപ്പോൾ കെട്ടിയ മാലകൾ, ബുക്കുകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതേപോലെ തന്നെ രാവിലെ ആയിരുന്നല്ലോ ഇത് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ ഇതിപ്പോൾ ഈവനിങ് ആയി. അപ്പം അത് കാരണം താഴെ ഫുള്ള് ഫുൾ വേസ്റ്റുകളാണ്. അപ്പം അത് കാരണം സൂക്ഷിച്ചൊക്കെ നടന്ന് പോകണം ഈവനിങ് വരുന്ന ആൾക്കാരാണെങ്കിൽ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം ഇവിടെ വരുന്ന വഴി എന്ന് വെച്ചാൽ ചിക്പേട്ട് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വരുന്ന വഴിയാണ് ഞാൻ പറഞ്ഞത്. അതുകൂടാതെ നിങ്ങൾക്ക് KR മാർക്കറ്റ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടും വരാം. കാര്യം ഞാൻ ചിക്പേട്ട് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി വന്നതുകൊണ്ടാണ് ആ വഴി പറഞ്ഞത്.
നിങ്ങൾക്ക് പകലൊക്കെ വരുന്ന ആളാണെങ്കിൽ KR മാർക്കറ്റ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടും ഇങ്ങോട്ട് വരാം. അതേപോലെ തന്നെ വെളുപ്പിന് വരുന്ന ആളാണെങ്കിൽ മെട്രോ ആ സമയത്ത് കാണില്ല. അപ്പോൾ നിങ്ങൾക്ക് KR മാർക്കറ്റ് മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമാണ്. ആ ഏരിയയിലാണ് ഫുൾ ഫ്ലവർ മാർക്കറ്റ് സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും കാണാം. ഇപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മൾ പൂ കെട്ടിയ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ എല്ലാ സൈഡിലും 4 സൈഡിലോട്ടും ചെറിയ ചെറിയ വഴികളുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ട ലെഫ്റ്റിലേക്ക് പോകാം, അതേപോലെ തന്നെ സ്ട്രെയിറ്റ് പോകാം, റൈറ്റ് പോകാം. എല്ലായിടത്തും നിറയെ കച്ചവടക്കാരാണ്, അതിനൊക്കെ നല്ല തിരക്കുമുണ്ട്. ഞാനിതിൻ്റെ വില കാര്യങ്ങളൊന്നും തിരക്കിയില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ സൺഡേ അല്ലാത്തൊരു ദിവസം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സൺഡേ വന്നാലും മുകളിലൊക്കെ ഈ ബിൽഡിങ്ങിന് തന്നെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നിറയെ ഹോൾസെയിൽ ഷോപ്പുകളുണ്ട്, നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. അതേപോലെ തന്നെ സൺഡേ അല്ലാത്ത ദിവസങ്ങൾ വരികയാണെങ്കിൽ നിറയെ ഷോപ്പുകൾ, ഹോൾസെയിൽ ഷോപ്പുകളുണ്ട്. അതായത് പാത്രങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള നിറയെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും പോയി കാണാം. പിന്നെ മെയിനായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ കയറി വരുന്ന വാതിൽ കൂടെ തിരിച്ചിറങ്ങി പോകണമെങ്കിൽ അത് കറക്റ്റായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഞാനിപ്പോൾ മറന്നുപോയി, ഞാൻ ഇനി ശരിക്കുള്ള വാതിൽ കണ്ടുപിടിച്ച് തിരിച്ചു പോകട്ടെ. അതുപോലെ തന്നെ നമ്മൾ വെളുപ്പിന് 2 മണിക്കുള്ള ശരിക്കുമുള്ള ബാംഗ്ലൂർ ഫ്ലവർ മാർക്കറ്റിൻ്റെ വീഡിയോ ഒരിടം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബാംഗ്ലൂർ ഫ്ലവർ മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണുന്നതിന് വരെ ബൈ.